വെൽക്കം ബാക്ക് ടു ആദൂസ് വ്ലോഗ്സ്. അപ്പോ ഇന്ന് നമ്മൾ ഒരു പുതിയ പരീക്ഷണം ചെയ്യാൻ പോവാണ്. ഇന്നാളെ കുട്ടുവിന്റെ ബർത്ത്ഡേ ആണ്. അപ്പോ കുറെ ബർത്ത്ഡേ സർപ്രൈസ് ഒക്കെ ഞാൻ ഇങ്ങനെ വിചാരിച്ചു എന്ത് ചെയ്യുന്നത്. പക്ഷെ ഒന്നും സെറ്റ് ആയില്ല. അവസാനം ഞാൻ വിചാരിച്ചു പ്രാവശ്യം കേക്ക് ഞാൻ ഉണ്ടാക്കാമെന്ന്. ഞാൻ ഇതേവരെ കേക്ക് ഉണ്ടാക്കിയിട്ടില്ല, അതിനെ കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. പക്ഷെ ഇന്നൊരു സർപ്രൈസ് എന്ന നിലയിൽ ഞാൻ കേക്ക് ഉണ്ടാക്കുകയാണ്. പക്ഷെ ഞാനാണ് കേക്ക് ഉണ്ടാക്കുന്നതെന്നൊക്കെ അവന് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ആദ്യത്തെ എന്റെ ലൈഫിലെ ഫസ്റ്റ് കേക്ക് എക്സ്പീരിയൻസ് കേക്ക് ബേക്കിംഗ് എക്സ്പീരിയൻസ് ഒന്ന് കണ്ടോക്കാം. സിമ്പിൾ ആയിട്ടുള്ള കേക്കാണ്. എന്റെ കയ്യിൽ ഓവനൊന്നുമില്ല. അപ്പൊ നമ്മൾ കുക്കറിലൊക്കെ വെച്ചിട്ടാണ് കേക്ക് ഉണ്ടാക്കുന്നത്. ഒരു ചോക്ലേറ്റ് കേക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്തായി വരും എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ നമുക്ക് കേക്ക് ബേക്കിംഗ് ഒന്ന് കണ്ടാലോ. ലുട്ടു എന്റെ കൂടെ കേക്ക് ഉണ്ടാക്കാൻ ലുട്ടു ഉണ്ട്, അപർണയുണ്ട്. ഞങ്ങൾ എല്ലാരും ഒരുമിച്ചാണ് കേക്ക് ഉണ്ടാക്കുന്നത് അല്ലേ. ഭയങ്കര വലിയ സംഭവം കേക്കല്ല. അപ്പൊ നമ്മൾ ആകെ കൂടി കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് കേക്ക് ഉണ്ടാക്കണേ. അതിലേതാ ബിസ്ക്കറ്റ്സ് ഉണ്ട്, ഹൈഡ് ആൻഡ് സീക്ക്, ഓറിയോ, പിന്നെ ഈ ഡയറി മിൽക്ക്, ഇതെല്ലാം കൂടിയിട്ടാണ് നമ്മള് കേക്ക് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ സിമ്പിൾ ആയിട്ട് വെറുതെ 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള ഒരു കേക്കാണ്. ഓക്കെ, അപ്പൊ ലെറ്റ്സ് ബേക്ക് ദ കേക്ക്. ഓറിയോ എടുക്കുമ്പോ അതിന്റെ ക്രീം കളഞ്ഞിട്ട് ബാക്കിയുള്ള ഈ ഭാഗമാണ് നമ്മൾ എടുക്കാം. നമ്മള് 2 ഹൈഡ് ആൻഡ് സീക്കിന്റെ പാക്കറ്റ് ഫുള്ള് പൊട്ടിച്ചിട്ടുണ്ട്. ഇനി ഒരു ഓറിയോ എടുക്കാം. അപ്പൊ നമ്മള് ബിസ്ക്കറ്റ് കംപ്ലീറ്റ് 2 പാക്കറ്റ് ഓറിയോയും 2 പാക്കറ്റ് ഹൈഡ് ആൻഡ് സീക്കും പൊട്ടിച്ച് ക്രീമൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം പൊടിച്ചെടുക്കണം. നമ്മൾ മിക്സിയിൽ പൊടിച്ചെടുക്കാൻ പോകണം. മിക്സിയിൽ ഉള്ളിൽ ഒരു തുള്ളിൽ വെള്ളം പോലും ഉണ്ടാവാൻ പാടില്ല എന്നാണ് അപ്പോൾ പൊടിക്കാൻ വേണ്ടിയിട്ട് മിക്സിയിലേക്ക് ഇടുക. അപ്പം നമ്മളിപ്പം ഒന്ന് ചതച്ചപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മൾ അങ്ങനെ ഇട്ടത് കാരണം അത്രയ്ക്ക് അങ്ങോട്ട് പൊടിയില്ല പെട്ടെന്ന്. അപ്പം ഞാൻ അങ്ങനെ എന്ത് ചെയ്തു, ഒന്നും കൂടി കട്ട് ചെയ്തിട്ട് ഇട്ടു. അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ ഒരു എൻ്റർടൈൻമെൻറ്റിനായിട്ട് ഞങ്ങൾ ചിക്കൻ ലോലിപോപ്പും ചിക്കൻ കൊണ്ടാട്ടമൊക്കെ പറഞ്ഞായിരുന്നു. അതിങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചു. അത് ആ ഒരു ഭയങ്കര കട്ടിയുള്ളതൊന്ന് കുറച്ചിട്ട് ഇനി ബാക്കി നമുക്ക് കുറച്ച് പാൽ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് പൊടിച്ചിട്ട് ഒരു പേസ്റ്റ് കൺസിസ്റ്റൻസി, എന്നാൽ ഭയങ്കര ലൂസ് ആവാനായില്ല, ഭയങ്കര തിക്കാവാനായില്ല. ആ കൺസിസ്റ്റൻസിയിൽ നമുക്കിത് അരച്ചെടുക്കണം. അപ്പോൾ ഏതാണ്ട് ഒരു കപ്പോളം പാൽ ഇപ്പൊ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മിക്സ് ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒരു ഇച്ചിരി കൂടി പാലൊഴിച്ച് ഒന്നും കൂടി ഒന്ന് ലൂസ് കൺസിസ്റ്റൻസിയിലാക്കാം. വേണോ? ഓക്കെ, അപ്പൊ നമ്മൾ ഈ മിക്സ് ആദ്യം ഒരു അതൊരു ബൗളിലേക്ക് മാറ്റാം. ഓക്കെ, അപ്പൊ നമ്മുടെ ബാറ്റർ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഈസ്റ്റ് ആണ് എടുത്തിരിക്കുന്നത്. ഈസ്റ്റ് കുറച്ച് ഇട്ട് പിന്നെ ഒരു ലേശം പാൽ ഒഴിക്കുക. അപ്പൊ ഈസ്റ്റ് നമ്മൾ ഇട്ടു. ഇനി കുറച്ച് പാലും കൂടിയും ഇതൊന്ന് ലൂസ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ബേക്ക് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ കുക്കറിലാണ് ബേക്ക് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് കുക്കറിൽ നമ്മളൊന്ന് ഒരു ഉപ്പിട്ടിട്ട് ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം നമ്മുടെ കേക്ക് ട്രേ ഇതിലേക്ക് വെക്കാൻ. ബാറ്റർ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി അത് ഇത് കേക്ക് ട്രേയിൽ ഒരു ബട്ടർ പേപ്പർ നമ്മൾ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ട് ലംസ് ഇല്ലാണ്ട് എടുക്കണം. മതി. ഇനി നിന്റെ അപ്പോ നമ്മുടെ എണ്ണ കാണിക്കും നമ്മളിത് കുക്കറിലേക്ക് വെക്കാൻ പോവാണ്. ചൂടെടുക്കണടി. അയ്യോ, കിട്ടും. ഇനി ഒരു 35 മിനിറ്റ്സ് ഇതിന്റെ ഉള്ളിൽ ഇട്ടിട്ട് നമ്മൾ ബേക്ക് ചെയ്തെടുക്കണം. അടുത്തത് ക്രീം സെറ്റ് ചെയ്യാണ്. അതിന് നമ്മള് വിപ്പിംഗ് ക്രീം വാങ്ങിയിട്ടുണ്ട്. മതിയില്ലേ? എത്ര മതിയില്ലേ? കൂടുതലാ. അതിന് നമുക്ക് അടുത്ത വലിയ ടാസ്ക് ക്രീം സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ കയ്യിൽ ഈ ഒരു വിസ്ക് ആണുള്ളത്. ഇത് വെച്ചിട്ട് വേണം ഇത് സെറ്റ് ചെയ്യാൻ.
അപ്പൊ ആദ്യം നമ്മൾ ക്രീം ഒന്ന് ഇതാക്കിയിട്ട് അതിലേക്ക് ഷുഗർ പൊടിച്ചതാണ് 4 ടേബിൾ സ്പൂണോളം, അല്ല ടീസ്പൂൺ ഷുഗർ പൊടിച്ചിട്ടുണ്ട്. മതി. അപ്പൊ നമ്മള് ക്രീം സെറ്റ് ചെയ്യാണ്. അതെ, പണിയെടുത്ത് വയർത്തു. കാരണം എന്താ വെച്ചാൽ നമ്മള് പരിചയക്കുറവിന്റെ ആണ് കേട്ടോ. ആദ്യമായിട്ട് ഉണ്ടാക്കിയതുകൊണ്ട് ക്രീം എടുത്തപ്പോ ഇച്ചിരി കൂടിപ്പോയി. ഇനി പിന്നെ അതെങ്ങനെ ഇത് ഇങ്ങനെ ആക്കി എടുക്കാന്നുള്ള ആ ഒരു തയ്യാറെടുപ്പിലാണ് നമ്മൾ വേർത്തത്. ബീറ്റർ ഇല്ലാത്തതുകൊണ്ട് വിസ്ക് വെച്ച് ഇങ്ങനെ ആക്കി ഇത് ഏതാണ്ട് ഈ ലെവലിലാക്കി എടുത്തു. ഇതിപ്പോ ഒരു 2-3 പ്രാവശ്യം കേക്ക് ഉണ്ടാക്കാനുള്ള ക്രീം ഞങ്ങൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ കേക്കിന്റെ സൈസും ഈ ക്രീമും തമ്മിൽ യാതൊരുവിധ ബന്ധവുമില്ല. അത് ഞാൻ മുൻകൂട്ടി പറയാണ്. ഇത് ഒരു മിസ്റ്റേക്ക് പറ്റിയതാണ്, കുഴപ്പമില്ല. ക്രീം നമുക്ക് പ്രിസർവ് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പൊ ഇനി നമ്മള് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കാണ്. നമ്മുടെ കേക്കിന്റെ മുകളിലേക്ക് ഒഴിക്കാനായിട്ട്. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഇത് ഡയറി മിൽക്കിന്റെ പീസും, ഒരു ഫുൾ ഡയറി മിൽക്കും, പിന്നെ ഒരു 2-3 കഷ്ണം ഡാർക്ക് ചോക്ലേറ്റും ആണ്. ഇതിന്റെ മുകളിൽ വെച്ചിട്ട് നമ്മൾ ഡബിൾ ബോയിലിംഗ് ആണ് ചെയ്യുന്നത്. ആവാൻ പറ്റുമോ നോക്കാം. ആവില്ല അല്ലേ? ഓക്കെ, നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി ഇത് ബോയിലായിട്ട് വരണം. അതെ, ഇത് വേറും ഇതോടുകൂടി എല്ലാവരും തീരുമാനം. ഓക്കെ, അപ്പൊ നമ്മള് ഒരു 45-50 മിനിറ്റ്സ് കഴിഞ്ഞു ഇത് വെച്ചിട്ട്. ഇനി ഞങ്ങൾ 2-3 പ്രാവശ്യം കുത്തി നോക്കിയതിന്റെ ഓട്ടകൾ ഉണ്ട് ഇതില്. എന്തായാലും ഇതിപ്പോ സെറ്റ് ആയിട്ടുണ്ട്. ഇതാ നോക്കിയപ്പോ അയ്യോ ഇപ്പൊ ഇതില് വരുന്നില്ല. കുഴപ്പമില്ല, ഇതായിട്ടുണ്ട്. ഞാൻ 1 പ്രാവശ്യം കുത്തി നോക്കിയപ്പോ ആയിട്ടുണ്ടായിരുന്നു. നമുക്ക് എടുക്കാം. ഓക്കെ, അങ്ങനെ നമ്മുടെ ചോക്ലേറ്റ് ഡബിൾ ബോയിൽ ചെയ്ത് നമുക്കിതാ ഇങ്ങനെ കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് കേക്കിന്റെ മുകളിലേക്ക് ഒഴിക്കണം. അപ്പൊ നമ്മുടെ കേക്കും ഇതുപോലെ പഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഡിമോൾഡ് ചെയ്തെടുത്തിട്ട് വേണം ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്യാൻ. നമ്മുടെ കേക്ക് നമ്മള് ഇതിന്ന് മാറ്റാണ്. നമ്മുടെ കേക്ക് സെറ്റ് ആയിരിക്കാണ് ഗായ്സ്. അങ്ങനെ നമ്മൾ ഈ തിക്കുന്ന വലിയതെന്ന് ഒരു ചെറിയ ലെയർ അടി ലെയർ കട്ട് ചെയ്തെടുത്തു. ഇനി ഒരു ലെയറും കൂടിയും കട്ട് ചെയ്തെടുക്കാനുണ്ട്. പക്ഷെ ഇത് കുറച്ച് ടാസ്ക്കാണ് എനിക്ക്. കാരണം ഇത് കട്ട് ചെയ്തിരിക്കുമ്പോൾ കുറച്ചുകൂടി വലിയൊരു കത്തി ഉണ്ടല്ലോ, ഈ കേക്ക് ഷേപ്പ് ചെയ്യുന്ന ഒരു വലിയ കത്തി, അതാണെങ്കിൽ കുറച്ച് നന്നായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിലുള്ള കത്തി ആയതുകൊണ്ട്, പക്ഷെ ഞാൻ ജസ്റ്റ് ഇത് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്കതിന് നമ്മുടെ ക്രീം വെച്ചൊന്ന് ഐസിങ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലുള്ള ഇങ്ങനെ കറക്കണ ആ ഒരു സാധനം എൻ്റെ കയ്യിലില്ല. ഞാൻ വാങ്ങുമ്പോൾ അത് വാങ്ങാനും മറന്നു. പക്ഷെ കുഴപ്പമില്ല, പറഞ്ഞിട്ട് ഐഡിയ ആയിരുന്നു നമുക്ക് ഇങ്ങനെ ചെയ്യാമെന്ന്. അപ്പോൾ അങ്ങനെ ചെയ്തു. എന്നിട്ട് അതിൽ ഫസ്റ്റ് ലെയർ വെച്ചു. എന്നിട്ട് ഫുള്ളും ഇതുപോലെ ക്രീം ഇങ്ങനെ ആക്കി കൊടുത്തു. ആക്ച്വലി കേക്ക് ഉണ്ടാക്കൽ എൻ്റെ ഏറ്റവും എക്സൈറ്റിംഗ് പാർട്ട് ഇതായിരുന്നു. പക്ഷെ അത് ഏറ്റവും വേസ്റ്റ് പാർട്ടായിരുന്നു, എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. നമ്മുടെ ഈ പരിപാടി സംഭവം ഇത് കുറെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് ചെയ്യാൻ അത്ര സുഖമില്ല. കാണാൻ നല്ല സുഖം. ഞാൻ വിചാരിച്ചു ഇവിടെ എത്തിക്കഴിഞ്ഞാ സിമ്പിളായി. പക്ഷെ ഇത് അത്ര സുഖമൊന്നുമില്ല. എന്നെ കാണിക്ക്. മതി. മുഖത്ത് കേക്കായി. സോ നമ്മുടെ കേക്ക് ഏതാണ്ട് സെറ്റായി. അപ്പോൾ ഒരു കാര്യം ഞാൻ പറയാൻ വന്നു, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഇനി നമ്മൾ തുടർന്ന് വീഡിയോ കാണുക. എന്ന് വെച്ചാൽ ലൈക്കിൻ്റെ ആ ഒരു എമൗണ്ട് കൗണ്ട് കൂടുന്നിടത്തോളമാണ് വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തുള്ളൂ. അപ്പോൾ ഒരു പരസ്പര സഹായ അടിസ്ഥാനമല്ലേ, അതുകൊണ്ട് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാട്ടോ. അപ്പം നമ്മൾ കേക്ക് ഫുൾ ഇങ്ങനെ ക്രീമൊക്കെ തേച്ചു, ഐസിങ് എന്ന് തന്നെ തോന്നുന്നു ഇതിനെ പറയുക, അതിന് സെറ്റാക്കി. ഇനി നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടല്ലോ, അതൊന്ന് കട്ട് ചെയ്യണ്ടായിരുന്നു. അപ്പോൾ ഒന്നും കൂടി ഒന്ന് ചൂട് കയറ്റി അതൊന്നും കൂടി ബോയിൽ ചെയ്തെടുത്തിട്ട് അത് കംപ്ലീറ്റ് ഞാൻ ഈ കേക്കിലേക്ക് ഇങ്ങനെ ഒഴിച്ചു. ആക്ച്വലി ഞാൻ ഫസ്റ്റ് വിചാരിച്ചിരുന്നത്
ഇങ്ങനെയല്ല. പക്ഷെ പിന്നെ എനിക്ക് തോന്നി ഇത് ചോക്ലേറ്റ് കേക്കിൻ്റെ ഒരു ഭംഗി കളറൊക്കെ വരണമെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ അറ്റ്ലീസ്റ്റ് ആ മുകളിലെങ്കിലും നിറഞ്ഞിരിക്കേണ്ടതെന്നാണ്. അപ്പം ഞാൻ ഒരു ഫാമിലി പാക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഡയറി മിൽക്ക് ഉണ്ടല്ലോ, ഞാൻ ഫസ്റ്റ് കാണിച്ചത് അത് ഫുള്ളും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏതാണ്ട് എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് തന്നെ അതിങ്ങനെ നമ്മൾ മുകളിൽ വെച്ചപ്പോൾ താഴേക്ക് ഇങ്ങനെ വന്ന് ഞാൻ വിചാരിച്ച മോഡലിൽ വന്നു. പിന്നെ എനിക്ക് പണി തന്നത് ഇതിൻ്റെ നോസിലാണ്. ഞാൻ പൂവിൻ്റെ നോസിൽ വേണമെന്ന് പറഞ്ഞിട്ട് കടയിലത്തെ ചേച്ചി എനിക്ക് തന്ന നോസിലാണ്. പക്ഷേ ഇതിപ്പോൾ എൻ്റെ ക്രീം ഉണ്ടാക്കിയതുകൊണ്ടാണോ അതോ എനിക്ക് പണി അറിയാത്തതുകൊണ്ടാണോ എന്നറിയില്ല, ഇത് പൂവായിട്ടൊന്നും വന്നില്ല. എനിക്ക് തോന്നുന്നു അത് മിക്കവാറും എൻ്റെ മിസ്റ്റേക്ക് തന്നെയായിരിക്കും, എൻ്റെ എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിരിക്കും. അങ്ങനെ കേക്ക് സെറ്റ് ചെയ്തു. ഞങ്ങൾ കൃത്യം 12 മണിക്ക് കേക്ക് മുറിച്ചു. കുട്ടുവിൻ്റെ ബർത്ത്ഡേയുടെ കേക്ക്. അങ്ങനെ ആദ്യമായിട്ട് ഞാൻ കേക്ക് ഉണ്ടാക്കിയത് കുട്ടുവിൻ്റെ ബർത്ത്ഡേക്കായി. കേക്ക് മൊത്തത്തിൽ ഞാൻ പറയാം, നമ്മൾ നോർമലി കടയിൽ നിന്ന് വാങ്ങി കഴിക്കുന്ന ഒരു സോഫ്റ്റ് ഉണ്ടല്ലോ, സ്പഞ്ച് ഉണ്ടല്ലോ, അങ്ങനത്തെ അല്ല. പക്ഷേ ഇറ്റ്സ് റിയലി ഗുഡ്. ആ കേക്ക് മറ്റേ കുറച്ചുകൂടി വേറൊരു തരത്തിലുള്ള സ്പഞ്ചായിരുന്നു. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല. പിന്നെ എന്താ വെച്ചാൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ഒരു ലവ് അതിലുണ്ടാവുമല്ലോ. അതുകൊണ്ട് എനിക്ക് ആ കേക്ക് ഭയങ്കര ഇഷ്ടമായി. എല്ലാവർക്കും കേക്ക് ഇഷ്ടമായി കേട്ടോ. അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ മുറിച്ചു. പിന്നെ കുട്ടു എൻ്റെ സർപ്രൈസ് എവിടെയെന്ന് വിചാരിച്ച് ഇരിക്കുകയായിരുന്നു. അതപ്പോൾ വിചാരിച്ചത് ഞാൻ കേക്ക് ഉണ്ടാക്കാമെന്ന് പറയുമ്പോൾ കേക്കിനകത്ത് വല്ല സാധനങ്ങൾ ഒളിപ്പിച്ച് വെക്കും, എവിടെ മുറിക്കുമ്പോൾ ബോക്സ് തടയണില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ കേക്ക് അല്ല, അവന് വേറൊരു സർപ്രൈസ് ഞാൻ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനൊരു സർപ്രൈസ് വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു ഷർട്ടാണ്. അപ്പോൾ എൻ്റെ സർപ്രൈസ് ഞാൻ കൊടുത്തു. എനിക്ക് ഇതൊരു ഹാമ്പർ ബോക്സാണ്. അത് എൻ്റെ ഞങ്ങളുടെ ഫോട്ടോ ഫ്രെയിം, അതുപോലെ അവന് ഏറ്റവും ഇഷ്ടമുള്ള വൺ ഓഫ് ദിസ് തിങ്സാണ് പെർഫ്യൂംസ്. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം പെർഫ്യൂം കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അഗിയുടെ തന്നെ ഒരു ഫ്രണ്ട് ഉണ്ട്, സോനു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആൾക്ക് ആളുടെ ഒരു കെയർ ഓഫിൽ ഇത് കണ്ടിട്ട് ഞാൻ സോനുവിനെയാണ് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാനും സോനും കൂടിയിട്ട് അവനറിയാതെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഹാമ്പറാണിത്. അങ്ങനെ ആ ഹാമ്പർ ബോക്സാണ് ഞാൻ അവന് ഇപ്രാവശ്യം സർപ്രൈസ് ഗിഫ്റ്റായിട്ട് കൊടുത്തത് കേട്ടോ. അപ്പോൾ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല സ്പെഷ്യൽ അവരുടെ ഫ്രേഗ്രൻസ് അടിപൊളിയായിരുന്നു കേട്ടോ. അവർ സ്പെഷ്യലായിട്ട് ചെയ്തിട്ടുള്ള ഫ്രേഗ്രൻസാണ്. അപ്പോൾ അത് 2 ഹാമ്പർ ബോക്സായിട്ടാണ് വന്നത്. ആക്ച്വലി പെർഫ്യൂംസ് ആയതുകൊണ്ട് തന്നെ പൊട്ടാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ടാണ് തോന്നുന്നു അവർ ഈ ബോക്സിലല്ല പെർഫ്യൂംസ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ ഈ ബോക്സിൽ ഉണ്ടാവുമെന്ന് വിചാരിച്ചു, കാരണം എനിക്ക് കിട്ടിയ ഫോട്ടോസിലൊക്കെ ഈ ബോക്സിലായിരുന്നു. പക്ഷേ ഈ ബോക്സിലായിരുന്നില്ല. ഈ ബോക്സിലൊരു കാർഡ് ഉണ്ടായിരുന്നു, പിന്നെ ഒരു ചോക്ലേറ്റും, പിന്നെ ഞങ്ങളുടെ ഒരു ഫോട്ടോ ഫ്രെയിമും ആയിരുന്നു ഉണ്ടായിരുന്നത്. വേറൊരു ബോക്സ്, 2 ബോക്സിൽ വേറെ ബോക്സിലായിരുന്നു കാർഡ് പെർഫ്യൂംസ് ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അത് സേഫ്റ്റി ഇഷ്യൂസ് കാരണമാണ്, കാരണം ഈ പെർഫ്യൂം പൊട്ടുമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഇത് കാരണം അവർ നല്ല പാക്കിംഗ് ഒക്കെ ആയിട്ടായിരുന്നു എനിക്ക് കിട്ടിയിരുന്നത് കേട്ടോ. പാക്കിംഗ് നല്ല സേഫ്റ്റി പാക്കിംഗ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് സാധനങ്ങളൊക്കെ നല്ല കൃത്യമായിട്ട് കിട്ടി. അങ്ങനെ ഫോട്ടോ ഫ്രെയിം, ചെറിയൊരു ഫോട്ടോ ഫ്രെയിമാണ് സെറ്റ് ചെയ്തത്. നമുക്ക് ടേബിളിലൊക്കെ വെക്കാൻ പറ്റുന്ന പോലത്തെ കുഞ്ഞൊരു ഫോട്ടോ ഫ്രെയിം. ഞാൻ വാലൻറ്റൈൻസ് ഡേക്ക് വലിയ ഫോട്ടോ ഫ്രെയിം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കുഞ്ഞു ഫോട്ടോ ഫ്രെയിമാണ്, പക്ഷെ നല്ല രസം. ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ ആണ്, നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു ചെയ്തത്. പിന്നെ വേറൊരു ബോക്സിലായിട്ടായിരുന്നു പെർഫ്യൂംസ് ഉണ്ടായിരുന്നത്. അതിൽ ഫസ്റ്റ് പെർഫ്യൂമാണ് ഞാൻ അവൻ്റെ പേരൊക്കെ എഴുതിയിട്ടൊരു പെർഫ്യൂം. പിന്നെ അതിൻ്റെ തന്നെ 3-4 അതായത് ഹാൻഡ് ക്രീം അങ്ങനെയൊക്കെ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബാക്കി നാളെ ബൈ.